നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് സാദ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ജിയോഗ്രഫിയെ പറ്റിയാണ്. ജിയോഗ്രഫിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ജിയോഗ്രഫിയെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഭാഗങ്ങൾ കേരള ജിയോഗ്രഫിയിലുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് കേരള ജിയോഗ്രഫി. അതിൽ നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഭാഗമാണ് കേരളത്തിലെ നദികളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേരളത്തിലെ നദികൾ. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് നദികൾ, എന്താണ് നദികൾ. നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു ഡെഫിനിഷനുണ്ട്, നദികൾക്കൊരു ഡെഫിനിഷനുണ്ട്. അതായത് 1974 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്താണെന്ന് നമുക്കറിയാം, 1947. അപ്പോൾ നേരെ അങ്ങോട്ട് തിരിച്ചിടുക, 1974. അപ്പോൾ 1974 കേരള സർക്കാർ വിജ്ഞാപനമനുസരിച്ച് 15 കിലോമീറ്ററോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള ജലാശയങ്ങളെയാണ് നദികൾ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ 15 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, ഏറ്റവും കുറവാണ് 15, അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് നമ്മൾ പരിഗണിക്കും? അതിനെ നമ്മൾ നദികളായിട്ട് പരിഗണിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നദികളെ 3 തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ നീർവാഴ്ചയ്ക്കനുസരിച്ച് അതിനെ പല ഭാഗങ്ങളായിട്ട്, അല്ലെ നദികളെ പല രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികളെന്നും പെനിൻസുലാർ നദികളെന്നും തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക്കായിട്ട് നദികളെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് മഹാനദികളാണ്, അഥവാ മേജർ റിവേഴ്സ്. അതായത് 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാഴ്ചയുള്ള നദികളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മഹാനദികൾ. അതായത് 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാഴ്ചയുള്ള ഏതെങ്കിലും നദികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? മഹാനദികളായിട്ട് പരിഗണിക്കും. അടുത്തതാണ് 2,000 ചതുരശ്ര കിലോമീറ്ററിനും 20,000 ചതുരശ്ര കിലോമീറ്ററിനും ഇടയിൽ നീർവാഴ്ചയുള്ള നദികളെയാണ് ഇടത്തരം നദികൾ അഥവാ മീഡിയം റിവേഴ്സ് എന്ന് പറയുന്നത്. അതായത് 2,000 ചതുരശ്ര കിലോമീറ്റർ, 20,000 ചതുരശ്ര കിലോമീറ്റർ, ഇതിന് രണ്ടിനും ഉള്ളിൽ നീർവാഴ്ചയുള്ള ഏതെങ്കിലും നദികൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? ഇടത്തരം നദികൾ അഥവാ മീഡിയം നദികൾ എന്ന് പറയും. അപ്പോൾ നദികളെ നമ്മൾ പറഞ്ഞു, 20,000-ൽ കൂടുതൽ നീർവാഴ്ച ഉണ്ടെങ്കിൽ അതിനെ മേജർ നദി എന്ന് പറയുന്നു. 2,000-നും 20,000-നും ഇടയിലുള്ള നദികളുണ്ടെങ്കിൽ അതിനെ മീഡിയം റിവേഴ്സ് അല്ലെങ്കിൽ ഇടത്തരം നദികൾ എന്ന് പറയുന്നു. ഇപ്പോൾ 3 നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? മഹാനദി പറഞ്ഞു, മീഡിയം നദി പറഞ്ഞു, ഇനി അവസാനം പറയുന്നതാണ് മൈനർ നദി. ഓക്കെ. അപ്പോൾ 2,000 ചതുരശ്ര കിലോമീറ്ററിന് താഴെ നീർവാഴ്ചയുള്ള നദികളെയാണ് ചെറുനദികൾ എന്ന് പറയുന്നത്. അപ്പോൾ 20,000-ൽ കൂടുതലുണ്ടെങ്കിൽ മേജർ റിവേഴ്സായി, 20,000-നും 2,000-നും ഇടയിലാണെങ്കിൽ അത് മീഡിയം റിവറായി, 2,000-ൽ കുറവാണെങ്കിൽ അതേ നദിയായി ചെറുനദികളായി, അതായത് മൈനർ നദികളുടെ ഗണത്തിലാണ് അത് പെടുക. കേരളത്തിലെ ഏറ്റവും വലിയ നദികളാണ് ഏതൊക്കെ? പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഈ 4 കേരളത്തിലെ ഏറ്റവും വലിയ നദികൾ. പക്ഷേ ഇത് മേജർ നദികളാണോ? അല്ല. കാരണം മേജർ നദി ഉണ്ടെങ്കിൽ തന്നെ കേരളം അവിടെ കാണത്തില്ല. കാരണം 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ നീർവാഴ്ച ഉണ്ടെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ ഒരു ഏരിയ മുഴുവൻ എന്ത് തന്നെയായിരിക്കും? നദികളായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഏത് നദികളില്ല? കേരളത്തിൽ മേജർ നദികളില്ല. പകരം കേരളത്തിൽ ഏത് നദികളാണുള്ളത്? മീഡിയം നദികളാണുള്ളത്. അപ്പോൾ കേരളത്തിൽ ഏത് നദികളുള്ളത്? മീഡിയം നദികൾ. അപ്പോൾ കേരളത്തിലെ മീഡിയം നദികളിൽ, അതായത് കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. അപ്പം നമുക്ക് ഈ ഭാഗം എങ്ങനെ ഓർത്തിരിക്കാം? ഈ നദികളുടെ പേര് എങ്ങനെ ഓർത്തിരിക്കാം? അതിനൊരു കോഡുണ്ട്. എന്താ? പെരിയ, ഭാരമുള്ള, പമ്പ്, ചാലിലുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ നമുക്ക് 1 മാർക്കായി അല്ലേ? ഒന്നാമത്തെ ഇതെന്താണ് ഈ കോഡ് പറയുന്നത്? പെരിയ, ഭാരമുള്ള, പമ്പ്, ചാലിലുണ്ട്. അല്ലെങ്കിൽ പെരിയ, ഭാരമുള്ള, പാമ്പായാലും കുഴപ്പമില്ല, എവിടെയുണ്ട്? ചാലിലുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടി ഏറ്റവും വലിയ നദികൾ അതിൻ്റെ നീളത്തിനനുസരിച്ച്, അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പെരിയ, അതേതാണ്? പെരിയാർ. രണ്ടാമത്തത് ഭാരമുള്ള, അതേതാണ്? ഭാരതപ്പുഴ. പമ്പ, ചാലിലുണ്ട്, അതേതാണ്? ചാലിയാർ.
അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർഡറാണ് ഏത്? പെരിയ ഭാരമുള്ള പമ്പ് ചാലിലുണ്ട്. നമുക്കറിയാം കേരളത്തിൽ എത്ര നദികളുണ്ട് ടോട്ടൽ? ഏറ്റവും ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, പഠിക്കുന്ന കാലം മുതലേ കേൾക്കുന്നതാണ്, കേരളത്തിൽ 44 നദികളാണ്. ടോട്ടൽ 44 നദികളാണ് കേരളത്തിലുള്ളത്. ഇതിൽ ഈ 44 നദികൾ പല ഭാഗങ്ങളിലേക്കാണ് ഒഴുകുന്നത്, പല സ്ഥലങ്ങളിലേക്കാണ്. കുറച്ച് നദികൾ എങ്ങോട്ട് ഒഴുകുന്നു? ഇതിപ്പോൾ കേരളമാണെന്ന് വിചാരിക്കുക. കുറച്ച് നദികൾ എങ്ങോട്ട് ഒഴുകുന്നുണ്ട്? കുറച്ച് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്, കുറച്ച് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു, എത്ര നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അപ്പോൾ ടോട്ടൽ 44 നദികളിൽ എത്ര നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി എത്ര നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? 41. അപ്പോൾ കേരളത്തിലെ 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടും ബാക്കി 41 നദികൾ എങ്ങോട്ടും ഒഴുകുന്നു? പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. കബനി, ഭവാനി, പാമ്പാർ. ഈ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്നാ? ഇത് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. ഏത്? കബനി, ഭവാനി, പാമ്പാർ. ഇനി നോക്കാം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. നമ്മൾ പഠിച്ചു പെരിയ ഭാരമുള്ള പമ്പ് ചാലിലുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ നദിയാണ് ഏത്? പെരിയാർ. അതിൻ്റെ ഏരിയ എത്രയാ? ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കുന്നതാണ്. 244 കിലോമീറ്റർ. അപ്പോൾ ഏറ്റവും നീളം കൂടിയത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഇതൊക്കെ ഏതാണ്? പെരിയാറാണ്. ഇനി നോക്കാം കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ നമ്മളിവിടെ ഓർഡർ പറഞ്ഞു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണമാണ്. ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ അതിനകത്ത് ഏറ്റവും നീളം കൂടിയത് ഏതായിരിക്കും? കബനി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു പാമ്പാർ. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദി, കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ഏത്? പാമ്പാർ. ഇനിയുണ്ട് നമ്മുടെ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ എത്ര കിലോമീറ്ററാണ്? മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണെന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 16 കിലോമീറ്റർ. ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഏറ്റവും നീളം കുറഞ്ഞ നദികളെ പറ്റിയാണ്. ഇനി നമുക്കറിയാനുള്ളത് ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ അവസാനം എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അറബിക്കടലാണ്. ചില നദികൾ നേരിട്ട് അറബിക്കടലിൽ പതിക്കുന്നില്ല, വേറെ പല കായലുകളിലെത്തുന്നു, വേറെ നദികളിലെത്തുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. പക്ഷെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്തിച്ചേരുന്ന നദി ഏതാണ്? കാവേരി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കാവേരി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ ഏത് ജില്ലയെത്തി? തിരുവനന്തപുരം. അപ്പോൾ അവിടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഏതാണെന്ന് വെച്ചാൽ ഉത്തരം ഏതായിരിക്കും? നെയ്യാർ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഉത്തരം? നെയ്യാറാണ്. നെയ്യാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. അപ്പോൾ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് വെച്ചാൽ ഏത് തന്നെയാണ് ഉത്തരം? മഞ്ചേശ്വരം പുഴ. അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് ഏത്? മഞ്ചേശ്വരം പുഴ. ഇനി തെക്കൻ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി, അതായത് കേരളത്തിന് തെക്ക് ഭാഗത്ത് ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ അയിരൂർ നദി 17 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചത് തെക്കേ അറ്റത്തുള്ള നദിയായിരുന്നു. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയായിരുന്നു ഏത്? നെയ്യാർ. എന്നാൽ ഇത് തെക്കേ അറ്റമല്ല, തെക്കൻ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് ഏത്? അയിരൂർ നദി 17 കിലോമീറ്റർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി കടലിൽ എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? രാമപുരം നദി. അതായത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. പക്ഷേ തെറ്റിപ്പോരുത്, കടലിൽ എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഉത്തരം? രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ പറഞ്ഞത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്തിച്ചേരുന്നത് കാവേരി നദിയിലാണ്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ പതനസ്ഥാനം എവിടെ തന്നെയാണ്? അറബിക്കടലാണ്. ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. നെയ്യാർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഇനി തെക്കൻ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണേത്? അയിരൂർ നദി 17 കിലോമീറ്റർ. കടലിൽ എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണേത്? രാമപുരം നദി 19 കിലോമീറ്റർ. ഇനി അടുത്തൊരു ചോദ്യമാണ്, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം. കേരളത്തിലെ നദികൾ 44 എന്ന് വെച്ചാൽ എല്ലാ നദികളും 100 കിലോമീറ്റർ കൂടുതലുണ്ടോ? ഇല്ല. കേരളത്തിൽ നദി എന്ന് വെച്ചാൽ എന്തായിരുന്നു? 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ളവയാണ് എന്തെന്ന് പറയുന്നത്? നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള കേരളത്തിലെ നദികൾ എത്ര എണ്ണമാണ്? 11 എണ്ണം. എത്രയാണ്? 11 എണ്ണം. ഈ നദികളെ പറ്റി നമുക്ക് പഠിക്കാം. അടുത്തത്, ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. എത്ര നദികളുണ്ട്? 12. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ കൂട്ടിയിടുക. എവിടെ? ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയായ കാസർഗോഡിൽ എത്ര നദിയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. ഇനി ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി. ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്നത്? മൂവാറ്റുപുഴയാർ. മൂവാറ്റുപുഴയാറാണ് ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി. ഇനി നമ്മൾ പഠിക്കേണ്ടത് 100 കിലോമീറ്ററിൽ കൂടുതലുള്ള 11 നദികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് എല്ലാ നദിയൊന്നും കാണാതെ പഠിക്കണ്ട. പക്ഷേ ആദ്യത്തെ ഒരു 5 നദികളുടെ പേരും അതിൻ്റെ കിലോമീറ്ററും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ നദികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഏതായിരുന്നു അതിൻ്റെ കോഡ്? പെരിയ, ഭാരമുള്ള പമ്പ്, ചാലിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഒരെണ്ണം കൂടെ പഠിക്കുക, ചാലക്കുടി പുഴ. ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് പഠിക്കുക? ആ ഏറ്റവും നീളം കൂടിയ നദികളുടെ ഓർഡർ ഇത്രയെങ്കിലും കാണാതെ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് നോക്കാനുള്ളത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണേത്? പെരിയാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ എത്രയാ? 244. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. എത്ര മൈലാന്ന് ചോദിച്ചാൽ എത്രയാണ്? 151 മൈലാണ്. അപ്പോൾ പെരിയാറിൻ്റെ നീളം 244 മൈൽ. നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ കിലോമീറ്റർ ഉറപ്പായിട്ടും പഠിക്കുക. അപ്പോൾ അടുത്താണ് പെരിയ ഭാരമുള്ള. ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്രയാ? 209. 129 മൈലാണ്. അടുത്തത് പമ്പ. എത്രയാണ് അതിൻ്റെ നീളം? 176 കിലോമീറ്റർ. എത്ര മൈലാണ്? 109 മൈൽ. അപ്പോൾ പെരിയാർ 244 കിലോമീറ്റർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പമ്പ 176 കിലോമീറ്റർ. ചാലിയാർ. അടുത്താണ് ചാലിയാർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 169 കിലോമീറ്റർ, 105 മൈൽ. അപ്പോൾ ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ, 105 മൈൽ. അടുത്താണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ നീളം എത്രയാ? 145.5. 145.5 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ചാലക്കുടി പുഴയുടെ നീളം എത്ര മൈലുണ്ട്? 90 മൈൽ. അപ്പോൾ ഇത്രയും ചാലക്കുടി പുഴ വരെയുള്ള കിലോമീറ്റർ എന്ത് ചെയ്യുക? നിങ്ങൾ ഉറപ്പായിട്ടും കാണാപ്പാഠം പഠിക്കുക. പറ്റുമെങ്കിൽ ബാക്കിയും കൂടെ പഠിച്ചുകൊള്ളുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ചാലക്കുടി പുഴ വരെ പഠിക്കുക. അടുത്തത് കടലുണ്ടി. കടലുണ്ടി പുഴയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് കടലുണ്ടി പുഴ? 130 കിലോമീറ്റർ, 80 മൈൽ. അടുത്തത് അച്ചൻകോവിലാർ.
കേരളത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുഴയാണ് ഏത്? അച്ഛൻ കോവില. നമ്മുടെ താപോയിത് നിലയമൊക്കെ അവിടെയുണ്ട്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കോവിലാറിൻ്റെ നീളം എത്രയാണ്? 128 കിലോമീറ്റർ, 79 മൈൽ. അടുത്തത് കല്ലട. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദിയാണ്. എത്രയാണ് ഇതിൻ്റെ നീളം? 121 കിലോമീറ്റർ. എത്ര മൈലാണ്? 75 മൈൽ. അടുത്തത് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയ്ക്ക് ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? അതെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? മൂവാറ്റുപുഴ നദി. മൂവാറ്റുപുഴ നദിയുടെ ആരംഭം എവിടെ നിന്നാണ്? മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട്? 121 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്, 75 മൈൽ. അപ്പോൾ ഓർക്കുക, കല്ലട നദിയുടെയും മൂവാറ്റുപുഴ നദിയുടെയും കിലോമീറ്റർ നീളം എന്ന് പറയുന്നത് സെയിം ആണ്. എത്ര? 121 കിലോമീറ്റർ. അടുത്താണ് വളപട്ടണം നദി. എത്ര കിലോമീറ്റർ ഉണ്ട്? 110. എത്രയാണ്? 110 കിലോമീറ്റർ. ലാസ്റ്റത്തെയാണ് ചന്ദ്രഗിരി പുഴ, 105 കിലോമീറ്റർ, 65 മൈൽ. വളപട്ടണം നദി 110 കിലോമീറ്റർ, 68 മൈൽ. അപ്പോൾ നിങ്ങൾ കടലുണ്ടി മുതലുള്ളതിൻ്റെ കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനിയുള്ളത് നമുക്ക് ഓരോ നദികളെ പറ്റിയും പഠിക്കണം. നമ്മുടെ ഓർഡറായിട്ടുള്ള പെരിയ, ഭാരമുള്ള, പമ്പ്, ചാലുണ്ട്. ആ ഓർഡറിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളുടെ ഓർഡറിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏതിൽ നിന്നാണ് തുടങ്ങുന്നത്? പെരിയാർ. പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇനി നമ്മുടെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്, പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നദികളുടെ ഉത്ഭവസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഉത്ഭവം? അതായത് തമിഴ്നാട്ടിലെ സുന്ദരമലയിലുള്ള ശിവഗിരി കുന്ന്. അപ്പോൾ എവിടെ നിന്നാണ് ഉത്ഭവം? തമിഴ്നാട്ടിലെ സുന്ദരമലയിലുള്ള ശിവഗിരി കുന്നിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? പെരിയാർ. നമുക്കറിയാം, ഈ പെരിയാർ നദീനെ പറ്റിയിട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വാദപ്രകാരം, കേരളം വിട്ടുകൊടുക്കൂല, കേരളത്തിൻ്റെ വാദപ്രകാരം നമ്മുടെ പെരിയാർ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ചൊക്കാംപെട്ടി, അതായത് ഈ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ചൊക്കാംപെട്ടി. അപ്പോൾ കേരളത്തിൻ്റെ വാദപ്രകാരം നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ചൊക്കാംപെട്ടിയിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ PSCക്ക് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? പെരിയാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സുന്ദരമലയിലുള്ള ശിവഗിരി കുന്ന്, തമിഴ്നാട്. കേരളത്തിൻ്റെ വാദപ്രകാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയുക? ഉത്തരം ഏതാണ്? ചൊക്കാംപെട്ടി. അത് ഏത് ഭാഗത്താണ്? അത് കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞു പെരിയാറിൻ്റെ നീളം. എത്രയാണ് പെരിയാറിൻ്റെ നീളം? 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് 244 കിലോമീറ്റർ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദീതട പ്രദേശം കൂടിയാണ് ഏത്? പെരിയാർ. അപ്പോൾ പെരിയാറിൻ്റെ നദീതടം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും പഠിക്കുക. പെരിയാറിൻ്റെ നദീതടം എത്രയാ? 5398 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ നദീതടം എത്രയാ? 5398 ചതുരശ്ര കിലോമീറ്റർ. അടുത്തത് പെരിയാറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, അതായത് പെരിയാറിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അറിയാവുന്നത് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാർ. അടുത്തത് ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദിയാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇപ്പോൾ ഏറ്റവും നീളം കൂടുതലല്ലേ? അപ്പോൾ ഏറ്റവും നീളം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കാനുള്ള കപ്പാസിറ്റി കൂടെ ഏത് നദിക്ക് വരും? നമ്മുടെ പെരിയാറിന്. അപ്പോൾ ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി കൂടിയാണ് ഏത്? പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദി. എന്താണ് പോഷക നദി എന്ന് വെച്ചാൽ? അതായത് ഇപ്പോൾ ഒരു നദി ഇങ്ങനെ ഒഴുകി പോവാണ്, ഇത് പെരിയാറാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പെരിയാർ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? ഈ നദിയോട് കൂടെ ആഡ് ചെയ്യുന്ന നദികളെയാണ് എന്ത് ചെയ്യുന്നത്? പോഷക നദികൾ എന്ന് പറയുന്നത്. എന്ത് നദികൾ? പോഷക നദികൾ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഏത്? പെരിയാർ. അടുത്തത് ഏറ്റവും അധികം ഡാമുകൾ. നമുക്കറിയാം, ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും അധികം ഡാമുകളുള്ള നദി ഏത് തന്നെയാണ്? പെരിയാറാണ്. ഇഷ്ടംപോലെ ഡാമുകളുണ്ട് എവിടെ? പെരിയാറിൽ. അപ്പോൾ ഏറ്റവും അധികം ഡാമുകളുള്ള നദി, ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ. അപ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഏറ്റവും അധികം ഡാം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി പെരിയാറാണെന്ന് തെറ്റിദ്ധരിക്കല്.
പക്ഷേ ഈ ഡാമുകൾ ഉള്ളപ്പോൾ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ജലവൈദ്യുത പദ്ധതികൾക്കാണ് ഇവിടെ എന്തുള്ളത്? ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത്. ജലസേചന പദ്ധതി ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ അത് പെരിയാറിലല്ല, തെറ്റിപ്പോലെ, അത് ഭാരതപ്പുഴയിലാണ്. അത് നമ്മൾക്ക് പഠിക്കാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ഭാരതപ്പുഴയിലും ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ എവിടെയാണ്? നമ്മുടെ പെരിയാറിലുമാണ്. ഇനി നമ്മുടെ ശങ്കരാചാര്യർ നമ്മുടെ ഈ പെരിയാറിനെ എന്തോ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? പൂർണ്ണ. ശങ്കരാചാര്യർ നമ്മുടെ പെരിയാറിനെ വിശേഷിപ്പിച്ച പേരാണേത്? പൂർണ്ണ. ചൂർണി എന്ന് പ്രാചീന കാലത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി. അപ്പോൾ ഈ ചൂർണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരായിരിക്കും? ആരാണ്? കൗഡല്യനാണ്. കൗഡല്യന്റെ ഏത് ബുക്കിലാണ്? അർത്ഥശാസ്ത്രം. അപ്പോൾ കൗഡല്യന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? കൗഡല്യ, ചാണക്യ, വിഷ്ണുഗുപ്ത. മൂന്നും ഒരാൾ തന്നെയാണ്. ആരൊക്കെ? കൗഡല്യ, ചാണക്യ, വിഷ്ണുഗുപ്ത. നമുക്ക് വീട്ടിലും നാട്ടിലും പല പേരുകളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 3 അടിപൊളി പേരുകളാണ്. ഏതൊക്കെ? കൗഡല്യ, ചാണക്യ, വിഷ്ണുഗുപ്ത. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുക്കായ അർത്ഥശാസ്ത്രത്തിൽ നമ്മളെ പെരിയാറിനെ പറ്റി പരാമർശിക്കുന്നു. ആര്? നമ്മുടെ കൗഡല്യൻ. പെരിയാറിനെ ഏത് പേരിൽ പരാമർശിക്കുന്നു? ചൂർണി. അപ്പോൾ ഇവിടെ മാറിപ്പോലെ പൂർണ്ണ എന്ന് പറയുന്നത് ശങ്കരാചാര്യരും ചൂർണി എന്ന് പറയുന്നത് കൗഡല്യൻ, ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. ഇത് 3 ആര് തന്നെയാണ്? ഒറ്റ ഒരാളാണ്. ഇനി ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണല്ലോ, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണല്ലോ. അപ്പോൾ കേരളത്തിന് എന്താണത്? ജീവരേഖ. അപ്പോൾ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണേത്? പെരിയാർ. അപ്പോൾ നമ്മൾ പെരിയാർ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാന്ന് പറഞ്ഞു? എവിടെന്നാ? സുന്ദരമലയിലുള്ള ശിവഗിരി കുന്ന്, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള സുന്ദരമലയിലുള്ള ശിവഗിരി കുന്നിൽ നിന്ന് നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ വാദപ്രകാരം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കേരളത്തിൻ്റെ തന്നെ സ്ഥലമായിട്ടുള്ള ചൊക്കാമ്പെട്ടിയിൽ നിന്നാണ്. ഇനി ഇത് ഏതൊക്കെ ജില്ലകളിൽ കൂടെ ഒഴുകുന്നു നമുക്കറിയണം. പെരിയാർ ഏതൊക്കെ ജില്ലകളിൽ കൂടെ ഒഴുകുന്നുണ്ട്? ഇടുക്കിയിലും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി എറണാകുളം ജില്ലയിലെത്തുന്നു. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ഇത് അവസാനിക്കുന്നത് എവിടെയാ? വേമ്പനാട് കായൽ. എവിടെയാ? വേമ്പനാട് കായൽ. പെരിയാർ അവസാനിക്കുന്നത് വേമ്പനാട് കായലിലാണ്, നേരിട്ട് അറബിക്കടലിലല്ല. പകരം എന്താണ്? വേമ്പനാട് കായൽ. അപ്പോൾ ഈ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയിലുമുണ്ട്, എറണാകുളത്തും. ഇനി നമ്മുടെ ഈ പെരിയാർ ഇങ്ങനെ ഇടുക്കിയിൽ നിന്ന് ഒഴുകി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആലുവ എത്തിയപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. ഏത്? മാർത്താണ്ഡവർമ്മ പാലം. അപ്പോൾ മാർത്താണ്ഡവർമ്മ പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാ? ആലുവയിലാണ്. അപ്പോൾ പെരിയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ആ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലമാണ്. ഏത് പാലമാ? മാർത്താണ്ഡവർമ്മ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന് കുറുകെയാണ്. അപ്പോൾ ഈ മാർത്താണ്ഡ പാലം എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പെരിയാർ 2ആയിട്ട് തിരിയും. ഏതൊക്കെ? മാർത്താണ്ഡപ്പുഴയും മംഗലാപ്പുഴയും. അപ്പോൾ പെരിയാർ 2ആയിട്ട് തിരിഞ്ഞു. ഏതൊക്കെയായിട്ട്? മാർത്താണ്ഡപ്പുഴ, മംഗലാപ്പുഴ. അപ്പോൾ നമ്മുടെ ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന മാർത്താണ്ഡപ്പുഴ, പെരിയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന മാർത്താണ്ഡപ്പുഴ. ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നദി പെരിയാർ ഒറ്റയായിട്ട് ഒഴുകി വന്ന പെരിയാറായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? 2ആയിട്ട് അങ്ങോട്ട് മാറി. ഏതൊക്കെ? മാർത്താണ്ഡപ്പുഴ എന്നും മാറി, മംഗലാപ്പുഴ എന്നും മാറി. ഇനി കാലടിപ്പുഴ എന്നറിയപ്പെടുന്നതും ആലുവ പുഴ എന്നറിയപ്പെടുന്നതും നദി തന്നെയാണ്? പെരിയാറാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ആലുവ പുഴ എന്ന് അറിയപ്പെടുന്നു, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏത് തന്നെയാണ്? ഈ പെരിയാറാണ്. ഇനി അപ്പോൾ നമ്മൾ പഠിച്ചു മാർത്താണ്ഡയിലേക്കും മംഗലയിലേക്കും നദി തിരിഞ്ഞൊഴുകുന്ന സ്ഥലം ഏതാണ്? ആലുവ. അടുത്തത് പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡാം. കേരളത്തിലെ ഏറ്റവും ടെററായിട്ടുള്ളൊരു ഡാമാണ് ഏത്? മുല്ലപ്പെരിയാർ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏത് തന്നെയാണ്? പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമസ്ഥലം, അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഏത്? മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അടുത്തത് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലം. നമ്മളിവിടെ പറഞ്ഞു ഏത് പാലമാ? മാർത്താണ്ഡവർമ്മ പാലം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെരിയാറിനാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഏത്? പെരിയാർ. അപ്പോൾ അതിനകത്ത് കുറച്ച് പോഷക നദികൾ നമുക്ക് പഠിക്കാം. എല്ലാം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല.
എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് പോഷക നദികളുടെ പേരാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മുല്ലയാർ. ഏതാണ്? മുല്ലയാർ. അടുത്തത് ചെറുതോണിയാർ. ചെറുതോണിയാർ നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയൊക്കെ നിലയുന്ന ആ ഭാഗം. അടുത്തത് കട്ടപ്പനയാർ, മുതിരമ്പുഴ, പെരിഞ്ചാൻകുട്ടി, പെരുന്തുറയാർ, തൊട്ടിയാർ, ഇടമലയാർ. ഏകദേശം അവസാനം 6 വരുന്നത് ഏതായിരിക്കും? നമ്മുടെ പെരിയാറായിരിക്കും. എല്ലാം ഒന്നും വരത്തില്ല, ഏകദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഏറ്റവും കൂടുതൽ പോഷക നദിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്തുണ്ട്? ഡാമുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഡാമുള്ള നദിയാണ് ഏത്? പെരിയാർ. അപ്പോൾ പെരിയാറിലെ പ്രധാനപ്പെട്ട ഡാമുകൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാം ഏതാ? നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ വരും. ഏതാണ്? മുല്ലപ്പെരിയാർ. ഇപ്പം മുല്ലപ്പെരിയാർ. അടുത്തത് ഭൂതത്താൻ കെട്ട്. ഇതെവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂതത്താൻ കെട്ട് ഡാം. അടുത്തത് കുണ്ടള, മാട്ടുപ്പെട്ടി, ഇടുക്കി. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇടുക്കി ആർച്ച് ഡാമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അടുത്തതാണ് ചെറുതോണി. ഇതിൻ്റെ തന്നെ ഭാഗമാണ് തൊട്ടടുത്ത് കിടന്ന ചെറുതോണി ഡാമുണ്ട്, കുളമാവ് ഡാമും. ഇത് മൂന്നും കൂടി ചേർന്നാണ് ഏത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ഡാം, ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി, കുളമാവ് ഡാം. അടുത്തതാണ് ഇരട്ടയാർ, ലോവർ പെരിയാർ. ഇരട്ടയാർ, ലോവർ പെരിയാർ. പെരിയാറിൻ്റെ തീരത്ത്, നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചല്ല, കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അതായത് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മലയാറ്റൂർ. മലയാറ്റൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിന് സമീപത്താണ്. അടുത്തത് ആലുവ. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ്. ഇനിയുള്ളത് തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഇതെല്ലാം എറണാകുളത്താണ്. ഇനിയുള്ളത് ഉളിയന്നൂർ. ഉളിയന്നൂരിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? അത് തന്നെ നമ്മുടെ പെരുന്തച്ഛൻ്റെ ജന്മസ്ഥലമാണ്. പെരുന്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഉളിയന്നൂരാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, പെരുന്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉളിയന്നൂർ. ഇനി അപ്പോൾ ഉളിയന്നൂർ എവിടെയാ? പെരിയാറിൻ്റെ തീരത്ത്. അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം വേറെ കുറേ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് തേക്കടിയുണ്ട്. പണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെല്ലിക്കാം പെട്ടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ തേക്കടി വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ പെരിയാർ നാഷണൽ പാർക്ക്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന് സമീപത്താണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായിട്ടുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പെരിയാറിന് സമീപത്താണ്. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പക്ഷി സങ്കേതം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ കോടനാട്. എന്താണ് കോടനാട്? കോടനാട് എന്ന് പറയുന്നത് ആന പരിശീലന കേന്ദ്രമാണ്. അപ്പോൾ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമായിട്ടുള്ള കോടനാട് സ്ഥിതി ചെയ്യുന്നു. ഇതുപോലെ തന്നെ വേറൊരു ആന പരിശീലന കേന്ദ്രമുണ്ട്. ഏതാണ്? കോന്നി. കോടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന് സമീപത്താണ്. ഇത് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണ്. അതുപോലെ തന്നെ വേറൊരു പരിശീലന കേന്ദ്രമാണ് ഇത് കോന്നി. ഇനിയുണ്ട് നമ്മുടെ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. ആന പുനരധിവാസ കേന്ദ്രം ഏതാ? അത് കോട്ടൂർ. കോട്ടൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഇതിന് പ്രത്യേകതയുണ്ട്. അന്തർദേശീയ നിലവാരത്തിലുള്ള, അതായത് ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രം, ഇന്ത്യയിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് ഏത്? കോട്ടൂര്. ഇനിയുണ്ട് നമ്മുടെ ആനക്കൂട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആനക്കൂട്. ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗവിയാണ്. എവിടെയാണ്? ഗവി. ഗവി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഗവി മ്യൂസിയം. ഗവി മ്യൂസിയത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? അതായത് ആനകളുടെ എല്ലാ അസ്ഥിയും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഏത്? ഗവി മ്യൂസിയം. ഇനി നമുക്ക് പറയാനുള്ളത് പെരിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ മുമ്പിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് വെള്ളപ്പൊക്കം. ഈ കുറച്ച് കാലമായിട്ട് എന്ത് സംഭവിക്കുന്നത്? മഴ പെയ്താലും മൺസൂണിൻ്റെ സീസൺ ആരംഭിച്ചാൽ പിന്നെ കേരളത്തിൽ വെള്ളം പോകും. അതായത് സീസണൊക്കെ മാറി വരികയാണ്. പശ്ചിമഘട്ടത്തിലെ ഒക്കെ അതിൻ്റെയൊക്കെ അവസ്ഥ മാറി വരികയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വെള്ളപ്പൊക്കമായിട്ട് പണ്ട് മുതലേ ഒരു ബന്ധമുള്ളൊരു നദിയാണ് ഇത് പെരിയാർ. അപ്പോൾ പെരിയാറിലെ വെള്ളപ്പൊക്കങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ചെറിയ വെള്ളപ്പൊക്കമൊന്നുമല്ല, വലുത് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് 1341.
ഈ 1341 പെരിയാറിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ കേരളത്തിൽ മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു ഹാർബർ, അതായത് തുറമുഖം ഏതായിരുന്നു? കൊടുങ്ങല്ലൂർ തുറമുഖം അങ്ങനെ ഇല്ലാതായി പോയി. അപ്പോൾ 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ എന്ത് നഷ്ടപ്പെട്ടു? നമുക്ക് കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി. ഈ കൊടുങ്ങല്ലൂർ തുറമുഖം കണ്ടെത്തിയത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഗതാഗത യോഗ്യമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരായിരുന്നു? അത് ഹിപ്പാലസ് ആണ്. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 1341 ഈ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? ഒന്ന് പോയപ്പോൾ വേറൊരു സാധനം വന്നു. എന്ത് സംഭവിച്ചു? അവിടെ കൊച്ചി തുറമുഖം നിലവിൽ വന്നു. പക്ഷെ ഓർത്തോണം, മേജർ തുറമുഖമാക്കിയ വർഷങ്ങളൊക്കെ വേറെയാണ്, നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് 1789. 1789 അതിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ടിപ്പു സുൽത്താൻ കേരളം മൊത്തം ഇങ്ങനെ പിടിച്ചടക്കി വരുമായിരുന്നു. എന്ത് പറ്റി? ടിപ്പു സുൽത്താൻ ആലുവ വരെ എത്തിയപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ വെള്ളപ്പൊക്കം, പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ്റെ മുന്നേറ്റത്തെ ബാധിച്ച വെള്ളപ്പൊക്കമാണ്. ഏത് വർഷമാണ്? 1789 ടിപ്പു സുൽത്താൻ കേരളം കീഴടക്കി വന്നപ്പോൾ ആലുവയിലെത്തി. അവിടെ എന്ത് സംഭവിച്ചു? ആലുവയിൽ പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തെ ബാധിച്ച വെള്ളപ്പൊക്കമായിരുന്നു. അടുത്തതാണ് 1924. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇടയ്ക്കൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1924 വെള്ളപ്പൊക്കം, ചോദ്യം ഇതായിരുന്നു: 99-ാം ആണ്ടിലെ അല്ലെങ്കിൽ 99 വെള്ളപ്പൊക്കം ഏത് വർഷമായിരുന്നു എന്നായിരുന്നു. ഏതാണ്? 1924. ഇത് കൊല്ലവർഷം 1098 ഏത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? 99 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഏത് വർഷമാണ്? 1924. നമുക്കറിയാം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളേ ഉള്ളൂ. ഒന്ന് വയനാടുമാണ്, രണ്ടാമത്തത് ഏതാണ്? ഇടുക്കിയാണ്. എന്നാൽ നമ്മുടെ ഇടുക്കിയിൽ 1901 ആ ടൈമിൽ ഏകദേശം അവിടെ റെയിൽവേ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു വെച്ചാൽ അത് ട്രാവലിന് വേണ്ടിയിട്ടായിരുന്നില്ല, ഈ തേയില ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെയിൽവേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെയിൽവേ ഒക്കെ നശിച്ചു പോയ വെള്ളപ്പൊക്കമാണ് ഏത്? 1924 ഉണ്ടായ 99 വെള്ളപ്പൊക്കം. അത് കൊല്ലവർഷം 1098 സംഭവിച്ചത്. അപ്പോൾ നമ്മൾ കേരള ജോഗ്രഫിയിലെ റിവേഴ്സ് എന്ന് പറയുന്ന പെരിയാറിൻ്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.